പശ്ചിമേഷ്യയിൽ കേൾക്കുന്നത് അടുത്ത യുദ്ധകാഹളമാണോ അതോ ഇറാനിൽ ഒരു ഭരണമാറ്റത്തിന് അമേരിക്ക കോപ്പുകൂട്ടുകയാണോ? ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് നൽകുന്ന സൂചനകൾ വളരെ വ്യക്തമാണ്. ഇതൊരു വെറും ഭീഷണിയല്ല, ഒരുപക്ഷെ ഇറാന്റെ ഭരണകൂടത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ ചിത്രം പങ്കുവച്ചത്. പശ്ചിമേഷ്യൻ ഭൂപടത്തിന് മുകളിൽ അമേരിക്കൻ പതാക വിരിച്ചു വെച്ചിരിക്കുന്നു. ഒപ്പം ഇറാനിലേക്ക് നീളുന്ന ചുവന്ന അമ്പടയാളങ്ങളും. യാതൊരു അടിക്കുറിപ്പുമില്ലാത്ത ആ ഒരൊറ്റ ചിത്രം മതിയായിരുന്നു ലോകത്തിന്റെ നെഞ്ചെടുപ്പ് കൂട്ടാൻ. ഞായറാഴ്ച ഇറാന് നൽകിയ രൂക്ഷമായിട്ടുള്ള മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെയാണ് ഈ ചിത്രവും പുറത്തു വന്നിരിക്കുന്നത്. ഇറാനെ സമയം അതിക്രമിക്കുന്നു, വേഗത്തിലൊരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ നിങ്ങളിൽ ഒന്നും ആരും അവശേഷിക്കില്ല എന്നായിരുന്നു ട്രംപിന്റെ ആ വാക്കുകൾ. വെടിയുണ്ടകൾക്ക് പകരം പോസ്റ്റുകൾ കൊണ്ടുള്ള ട്രംപിന്റെ ഈ ഡിജിറ്റൽ യുദ്ധത്തിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള സൈനിക രാഷ്ട്രീയ അജണ്ടകളുണ്ട്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഏപ്രിൽ 8-നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ വെടിനിർത്തൽ ഇപ്പോൾ ഒരു നൂൽപാലത്തിലാണ്. അമേരിക്കൻ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഇറാനും ഉപരോധങ്ങൾ പിൻവലിക്കാൻ അമേരിക്കയും തയ്യാറല്ലാത്തതിനാൽ സമാധാന ചർച്ചകൾ പൂർണ്ണമായും വഴിമുട്ടി നിൽക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ കർശനമായി നിയന്ത്രിക്കണമെന്നും അത് നിരീക്ഷണമുള്ള ഒരു കേന്ദ്രത്തിൽ മാത്രമായി ചുരുക്കണമെന്നുമാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. എന്നാൽ മരവിപ്പിച്ച തങ്ങളുടെ വിദേശ ആസ്തികൾ വിട്ടു നൽകണമെന്നും സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നുമാണ് ഇറാന്റെ നിലപാട്. ഈ നയതന്ത്ര പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം ഇപ്പോൾ തന്നെ അനിശ്ചിതത്വത്തിലാണ്. ഊർജ്ജ വിപണിയെയും ചരക്ക് ഗതാഗതത്തെയും ഈ പ്രതിസന്ധി സാരമായി ബാധിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഈ സൈനിക സാമ്പത്തിക സമ്മർദ്ദങ്ങൾ തുടർന്നാൽ ഗൾഫ് ഓഫ് ഒമാനിലെ കപ്പൽ ഗതാഗതവും താറുമാറാകുമെന്ന് ഇറാൻ ഇതിനകം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. മുൻപ് ഉത്തര കൊറിയയോടും ചൈനയോടും സ്വീകരിച്ച അതേ തന്ത്രം തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഇറാനോടും പ്രയോഗിക്കുന്നത്. സൈനിക സമ്മർദ്ദത്തോടൊപ്പം ഇത്തരം പ്രതീകാത്മകമായിട്ടുള്ള സന്ദേശങ്ങളിലൂടെ ശത്രുവിന്റെ ആത്മവീര്യം കെടുത്തുക. ഒട്ടനോട്ടത്തിൽ ഇതൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് മാത്രമായി തോന്നാമെങ്കിലും ഇതിന് പിന്നിലെ ലക്ഷ്യം ഇറാനിലെ ഭരണമാറ്റം തന്നെയാണോ അതോ അവരുടെ സമ്പൂർണ്ണ കീഴടക്കലാണോ എന്ന് വ്യക്തമല്ല. സമാധാന ചർച്ചകൾക്ക് അമേരിക്ക പിന്തുണ നൽകുന്നുണ്ടെന്ന് പറയുമ്പോഴും ഈ ഭൂപടം നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ അതിസങ്കീർണമായ ഒരു യുദ്ധമുഖത്തേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.